ബാക്ക് ടു സൈലം ബാങ്കിങ്. അപ്പോൾ IBPS PO പ്രിലിംസിന്റെ എക്സാം ആണ് നാളെ. എത്ര നാളുകൊണ്ടുള്ള നമ്മുടെ ഒരു ഹാർഡ് വർക്ക് ആണ് അല്ലെ? എത്ര ലേറ്റ് നൈറ്റ് വർക്ക്സ്, എത്രത്തോളം ക്വസ്റ്റ്യൻസ്, അത് ക്വാണ്ട് ആണെങ്കിലും റീസണിങ് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും നമ്മൾ ഇവിടം വരെ എത്തി അല്ലെ? ഇനിയിപ്പോ നാളെ എക്സാം ആണ്. ഈ ലാസ്റ്റ് മിനിറ്റിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമുക്കൊന്ന് ഓടിച്ച് ഞാൻ പറയാം. നമ്മൾ ഈ ഒരു തലേ ദിവസം ഞാൻ എപ്പോഴും ക്ലാസ്സുകളിലും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഈ തലേ ദിവസം വലിയ ഭാരിച്ച കാര്യങ്ങളൊന്നും ചെയ്യാൻ നിൽക്കരുത്. നമ്മൾ വളരെ കൂളായിട്ടിരിക്കുക. നാളെ എക്സാം ആണ്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ ഈ ഒരു തലേന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ എക്സാമിന് പോകുന്നതിന് മുന്നേ പാറ്റേൺ നല്ല വൃത്തിക്ക് അറിയണം. നിങ്ങളിപ്പോൾ എക്സാംസിന് പഠിക്കുന്നത് കൊണ്ട് തന്നെ പാറ്റേൺ നിങ്ങൾക്ക് അറിയാമായിരിക്കും. പക്ഷേ ഈ കൂട്ടത്തിൽ തന്നെ ആദ്യമായിട്ട് എക്സാം എഴുതാൻ പോകുന്നവരുണ്ടായിരിക്കും. എന്താണ് ബാങ്ക് എക്സാം എന്ന് അറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എങ്ങനെയുണ്ട്, എന്നെ കൊണ്ട് പറ്റുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ബിഗിനേഴ്സ് ഈ കൂട്ടത്തിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നമ്മളുടെ എക്സാം പാറ്റേൺ കറക്റ്റ് അറിയുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ എഴുതാൻ പോകുന്ന എക്സാം എങ്ങനെയാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളുടെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്, നമുക്ക് മൂന്ന് സബ്ജക്റ്റ് മാത്രമാണ് പ്രിലിംസിന് ഉണ്ടായിരിക്കുക. 3 സബ്ജക്റ്റിലെ ഇംഗ്ലീഷ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിങ്, ഈ 3 സബ്ജക്റ്റ് ആണ്. ഇംഗ്ലീഷിന് 30 ക്വസ്റ്റ്യൻ, ഓരോ ക്വസ്റ്റ്യന് ഓരോ മാർക്ക് വീതം, അങ്ങനെ മാക്സിമം 30 മാർക്കായിരിക്കും ഇംഗ്ലീഷിന് ഉണ്ടായിരിക്കുക. ഈ ഇംഗ്ലീഷ് ചെയ്യാൻ ആകെ നിങ്ങൾക്ക് കിട്ടുക 20 മിനിറ്റ് ആണ്. സെക്ഷണൽ ടൈമിങ്ങും ഉണ്ടാകും, സെക്ഷണൽ കട്ട് ഓഫും ഉണ്ടായിരിക്കും. ആ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. സെക്ഷണൽ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ ഈ 30 ക്വസ്റ്റ്യൻ ചെയ്യാൻ 20 മിനിറ്റ് ആണ്. നമ്മളുടെ പരീക്ഷ എന്ന് പറയുന്നത് ഓൺലൈൻ CBT ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ടൈം പൊയ്ക്കൊണ്ടേയിരിക്കും. 20 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇംഗ്ലീഷിന്റെ സെക്ഷൻ പിന്നെ നമുക്ക് കാണാൻ പറ്റില്ല. അടുത്ത 20 മിനിറ്റിൽ അടുത്ത സെക്ഷൻ ആയിരിക്കും. ഓക്കെ, ദെൻ അടുത്തത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് 35 നമ്മളുടെ ക്വസ്റ്റ്യൻ, പക്ഷെ മാർക്ക് 30. ഒരു ക്വസ്റ്റ്യന്, എല്ലാ ക്വസ്റ്റ്യനും 1 മാർക്ക് ആയിരിക്കില്ല, അരമാർക്ക് ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും. ഇംഗ്ലീഷിൽ ഇപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും 1 മാർക്കാണെങ്കിൽ QAയുടെ കാര്യം വരുമ്പോൾ എല്ലാത്തിനും 1 മാർക്കല്ല. കാരണം 35 ക്വസ്റ്റ്യനും 30 മാർക്കുമാണ്. അവിടെയും ടൈം, പക്ഷെ നമുക്ക് അത് ചെയ്യാൻ 20 മിനിറ്റേ ഉള്ളൂ. ഓക്കെ, ദെൻ അടുത്തത് റീസണിങ് എബിലിറ്റി. അതിനും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 35 തന്നെയാണ്, പക്ഷെ വെയിറ്റേജ് ഇച്ചിരി കൂടെ കൂടുതലാണ്, 40 മാർക്കുണ്ട്. അപ്പൊ എല്ലാ ക്വസ്റ്റ്യനും 1 മാർക്കല്ല, 1 മാർക്ക് ക്വസ്റ്റ്യനും ഉണ്ടാകും, 2 മാർക്ക് ക്വസ്റ്റ്യനും ഉണ്ടാകും. ആ ഒരു കാര്യം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാകണം. പക്ഷെ ടൈം 20 മിനിറ്റ് മാത്രമേ നമുക്ക് കിട്ടൂ. ഓക്കെ, അപ്പോൾ ഒരു കാര്യം നന്നായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഇപ്പോൾ ഈ സെക്ഷണൽ ടൈമിങ്ങിന്റെ കാര്യം പറഞ്ഞ് നമുക്ക് ടോട്ടൽ 60 മിനിറ്റ്സ്, 1 അവർ ആണ് പരീക്ഷ. പക്ഷെ 1 അവറും എല്ലാ ക്വസ്റ്റ്യൻസും കാണാൻ പറ്റില്ല. ആദ്യം ഇംഗ്ലീഷ് ആണെങ്കിൽ ആദ്യത്തെ 20 മിനിറ്റ് ഇംഗ്ലീഷ് ആയിരിക്കും, ദെൻ അടുത്ത 20 മിനിറ്റ് QA, റീസണിങ് ഏതെങ്കിലും ഒരെണ്ണം, പിന്നെ അടുത്ത മിനിറ്റ് അടുത്ത സെക്ഷൻ. അങ്ങനെ ആയിരിക്കും. ആ സെക്ഷണൽ ടൈമിംഗ് ഉണ്ടാകും, സെക്ഷണൽ കട്ട് ഓഫും ഉണ്ടായിരിക്കും, ഓവറോൾ കട്ട് ഓഫും ഉണ്ടായിരിക്കും. ആ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്, 1/4 ആണ് നെഗറ്റീവ് മാർക്ക്. എല്ലാത്തിനും ഇപ്പൊ നമ്മൾ 1 മാർക്കാണെങ്കിൽ നമ്മൾ 0.25 എന്ന് പറയും അല്ലെ? പക്ഷെ ഇവിടെ ചില ക്വസ്റ്റ്യന് അരമാർക്ക് ക്വസ്റ്റ്യനും ഉണ്ടാകും, ക്വാണ്ടില്, റീസണിങ്ങിലാണെങ്കിൽ 2 മാർക്ക് ക്വസ്റ്റ്യനും ഉണ്ടാകും. അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. അപ്പൊ നമുക്ക് നെഗറ്റീവ്, ഇപ്പൊ 2 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ നെഗറ്റീവ് വന്നാൽ നെഗറ്റീവ് മാർക്ക് പോകുന്നതും കൂടുതലായിരിക്കും. ആ ഒരു കാര്യം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എഴുതാൻ പോകുന്ന എക്സാം പാറ്റേൺ നല്ല വൃത്തിയായിട്ട് നമുക്ക് അറിവുണ്ടായിരിക്കണം. രണ്ടാമത്തെ കാര്യം, ഡോണ്ട് ട്രൈ ടു ലേൺ എനിത്തിങ് ന്യൂ. ഇന്നത്തെ ദിവസം ഒന്നും പുതിയതായിട്ട് പഠിക്കാതിരിക്കുക. ഇപ്പൊ നമ്മൾ QAക്കകത്തില് ഒരു ചാപ്റ്റർ ഞാൻ വിട്ടിട്ടുണ്ട്, ഇന്ന് പെട്ടെന്ന് അതിന്റെ ഫോർമുലാസ് പഠിക്കാം, നാളെ ഇനി അതിനെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ എനിക്ക് നാളെ അത് ചെയ്യണം എന്ന് പറഞ്ഞ് ഇന്നൊരു പുതിയ ചാപ്റ്റർ നിങ്ങൾ പഠിക്കാതിരിക്കുക. എന്താണോ നിങ്ങൾ ഇതുവരെ പഠിച്ചത് അത് റിവൈസ് ചെയ്യാൻ വേണം ഇന്നത്തെ ദിവസം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാം. ഇപ്പൊ QAയിലാണെങ്കിലും നിങ്ങൾ പഠിച്ച ടോപ്പിക്സിനകത്തിൽ എന്തെങ്കിലും ഫോർമുലാസ് ഉണ്ടെങ്കിലോ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ഉണ്ടെങ്കിലോ അത് നിങ്ങൾ എഴുതി വെച്ചതെടുത്ത് റിവൈസ് ചെയ്യുക. ഒന്നും ഇന്നത്തെ ദിവസം പുതിയതായിട്ട് പഠിക്കാതിരിക്കുക. ഇന്ന് പഠിച്ചൊരു കാര്യം നമുക്ക് ഇനി പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സമയം ഇന്നത്തെ ദിവസം കിട്ടത്തില്ല. സോ പുതിയതായിട്ട് പഠിക്കുന്നതിനെക്കാട്ടിലും എഫക്റ്റീവ് ആകുക നമ്മൾ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുന്നതിലായിരിക്കും. ആ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. ഫോക്കസ് ഓൺലി ഓൺ റിവിഷൻ. നിങ്ങൾ ഇന്നത്തെ ദിവസം റിവിഷനിൽ മാത്രം ഫോക്കസ് ചെയ്യുക. ഇപ്പൊ QAയുടെയും റീസണിങ്ങിന്റെ ഒക്കെ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പസിൽസോ കുറച്ച് DIയോ ഒക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. നമ്മൾ പഠിച്ച ടൈപ്പ് ഗോ ത്രൂ ഷോർട്ട് നോട്ട്സ്, ഫോർമുലാസ്, ഗ്രാമർ റൂൾസ്, ഷോർട്ട് കട്ട്സ് ആൻഡ് പ്രീവിയസ് മിസ്റ്റേക്സ് ഏരിയ. അതായത് നമ്മൾ നേരത്തെ ഇപ്പോൾ എക്സാംസ് എഴുതിയിട്ടുണ്ടെങ്കിൽ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് എക്സാം എഴുതിയ സമയത്ത് എനിക്ക് എന്തായിരുന്നു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നത്, ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിലാണ് ഞാൻ സ്റ്റക്ക് ആയത്, അപ്പോൾ ഇപ്രാവശ്യം ഞാനത് ആവർത്തിക്കാതിരിക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ മോക്ക് ചെയ്യുമ്പോഴാണെങ്കിൽ പോലും
എവിടെയാണ് നിങ്ങൾ അനലൈസ് ചെയ്യുമല്ലോ, നിങ്ങൾ മോക്ക് ചെയ്യുമ്പോഴത്തേക്കിന് നമുക്ക് മാർക്കൊക്കെ അറിയാൻ പറ്റും, അല്ലെങ്കിൽ എവിടെയാണ് എനിക്ക് മാർക്ക് കുറഞ്ഞത്, ആ ഏരിയാസ് നിങ്ങൾക്ക് കൂടുതൽ പ്രാക്ടീസ് ചെയ്യാം. പക്ഷെ ഇന്നത്തെ ദിവസം നിങ്ങൾ മോക്ക് ചെയ്യണമെന്ന് ഞാൻ പറയില്ല, കാരണം നമ്മൾ ഇത്രയും നാൾ ചെയ്തതാണ്. അപ്പോൾ അതേപോലെ എക്സാമിൻ്റെ അന്ന് പോകുന്നതിൻ്റെ അന്ന് രാവിലെ മോക്ക് ചെയ്യുക, ഇതൊന്നും ചെയ്യാതെ ഇരിക്കുക. നമ്മൾ എടുക്കുന്ന മോക്ക് ഇച്ചിരി ടഫ് ആണെന്നുണ്ടെങ്കിൽ ആ ദിവസം നമ്മൾ നെഗറ്റീവ് ആകാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഈ ഒരു ദിവസം പുതിയതായിട്ടൊന്നും ചെയ്യാതെ ഇരിക്കുക, പഠിച്ച കാര്യങ്ങൾ നന്നായിട്ട് റിവൈസ് ചെയ്യുക. ഓക്കെ, അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ ടൈം മാനേജ്മെന്റ്. നമുക്കറിയാം, നമുക്ക് 20 മിനിറ്റ് ആണ് ഓരോ സെക്ഷനും കിട്ടുക. ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ സ്റ്റക്ക് ആകരുത്, അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം. അത് റീസണിങ് ആയിക്കോട്ടെ, ക്വാണ്ട് ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ പോലും നമ്മൾ സ്റ്റക്ക് ആകാനായിട്ട് പാടില്ല. ഇപ്പൊ റീസണിങ്ങിന്റെ കേസ് പറഞ്ഞാൽ നമുക്ക് 35 ക്വസ്റ്റ്യനും 40 മാർക്കുമാണ്. അപ്പൊ ചില ക്വസ്റ്റ്യൻസ് 2 മാർക്കുണ്ട്, അത് മേ ബി പസിൽസ് ആയിരിക്കാം ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പൊ ചിലപ്പോൾ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആകുമ്പോൾ ഇച്ചിരി ലെവലുള്ള പസിലായിരിക്കും. അപ്പൊ അത് ആദ്യം എടുത്തോണ്ടിരുന്ന് നിങ്ങളുടെ സമയം കളയരുത്. നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വന്നൊരു രീതി ഉണ്ടായിരിക്കും. മോക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചിലർ മിസ്ലേനിയസ് ചെയ്തിട്ടായിരിക്കും പസിൽസിലേക്ക് വരിക, ചിലർ ആ ഓർഡറിലായിരിക്കും. നിങ്ങൾ എങ്ങനെയാണോ പ്രാക്ടീസ് ചെയ്തത് ആ ഓർഡറിൽ തന്നെ പോകുക. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈസി ക്വസ്റ്റ്യൻസിൽ നിന്ന് നമ്മൾ ഡിഫിക്കൽട്ടിലേക്ക് പോകുന്ന രീതി ഫോളോ ചെയ്യുന്നവർ അങ്ങനെ ചെയ്യുക. ഇപ്പം നിങ്ങൾ ആ ഒരു ഓർഡറിൽ തന്നെ പോകുന്നവർ ഇപ്പം ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ കണ്ടാൽ അത് പെട്ടെന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്യാതെ ഇരിക്കുക. ഈസി ആയിട്ടുള്ളതിന് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ബാക്കിലേക്ക് വരിക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതാണെന്ന് മനസ്സിലായാൽ വേഗത്തിൽ അത് മാർക്ക് ഫോർ റിവ്യൂ കൊടുക്കുക, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. ഒരു ക്വസ്റ്റ്യനിലും എന്ത് ചെയ്യാൻ പാടില്ല, കൂടുതൽ സമയം എന്ത് ചെയ്യാൻ പാടില്ല, സ്പെൻഡ് ചെയ്യാനായിട്ട് പാടില്ല. കാരണം 20 മിനിറ്റേ നമുക്ക് കിട്ടത്തുള്ളൂ. സ്കിപ്പ് ടഫ് ക്വസ്റ്റ്യൻസ് ആൻഡ് കം ബാക്ക് ഇഫ് ടൈം അലൗസ്. അത് ഞാൻ പറഞ്ഞ കാര്യം തന്നെ, നമുക്ക് ടഫ് ക്വസ്റ്റ്യൻസ് ആണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ചെയ്തിട്ട് മാത്രം തിരിച്ചതിലേക്ക് വരിക. ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, ആക്യുറസി മാറ്റേഴ്സ്. സ്പീഡ് ഉണ്ടായിരിക്കണം, ബട്ട് സ്പീഡ് വിത്ത് ആക്യുറസി ഉണ്ടെങ്കിലേ കാര്യമുള്ളൂ. കാരണം നമുക്ക് നെഗറ്റീവ് മാർക്ക് ഉണ്ടെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആക്യുറസി ഇല്ലാത്ത സ്പീഡ് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പം ഗസ് വർക്ക് ചെയ്യാതെ ഇരിക്കുക. 100% ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ മാർക്ക് ചെയ്യുക. ക്വാണ്ടിലും റീസണിങ്ങിലും നെഗറ്റീവ് വരാനുള്ള ചാൻസ് കുറവാണ്, കാരണം ചെയ്ത ആൻസർ കിട്ടുന്നതായിരിക്കുമല്ലോ നമ്മൾ കൊടുക്കാം. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വരാൻ ചാൻസ് ഇംഗ്ലീഷ് ആണ്. അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. ചുമ്മാ ഗസ് വർക്ക് ചെയ്യാതെ ഇരിക്കുക. നമുക്ക് അത്യാവശ്യം ഒരു ബോധം ഉണ്ടായിരിക്കണം എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പോൾ ഗസ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെട്ട് നേടിയെടുത്ത മാർക്ക് നമുക്ക് നെഗറ്റീവ് മാർക്കായിട്ട് പോകും. ആ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. ആക്യുറസിക്ക് എപ്പോഴും എന്ത് ചെയ്യുക, ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. ദെൻ സെക്ഷൻ വൈസ് ടിപ്സ്. അത് ഞാൻ എടുത്തു പറയുന്നത് നമ്മുടെ 3 സബ്ജക്റ്റിനും നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വന്ന രീതിയുണ്ട്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന ഒരു കാര്യമായിരുന്നു, നമ്മൾ സെക്ഷണൽ ടെസ്റ്റുകൾ ചെയ്യണം. എപ്പോഴും പറയും. ഇപ്പൊ QA ആണെങ്കിലും റീസണിങ് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും സെക്ഷണൽ ടെസ്റ്റുകൾ ചെയ്യണം എന്ന് എപ്പോഴും പറയും. ഇപ്പൊ റീസണിങ്ങിന്റെ ടിപ്പ് പറയാൻ പറഞ്ഞാൽ, ഇപ്പം നമ്മൾ തനിയെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അപ്പം നമുക്ക് മിസ്ലേനിയസ് ടോപ്പിക്സ് ഉണ്ട്. ഇപ്പൊ ഇൻഇക്വാളിറ്റി ആയിക്കോട്ടെ, ഡയറക്ഷൻ ടെസ്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബ്ലഡ് റിലേഷൻ ആയിക്കോട്ടെ, അതേപോലെ ബാക്കിയാണ് പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റ്. ഒരു 6 മിസ്ലേനിയസ് ടോപ്പിക്സും ബാക്കി പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റാണ്. ചിലർ ഈ മിസ്ലേനിയസ് ഫുള്ള് ചെയ്ത് തീർത്തിട്ടാണ് പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റിലേക്ക് വരിക. ഇപ്പൊ ഞാൻ പറയും, മിസ്ലേനിയസ് ചെയ്തിട്ട് വരുന്നവർ മിസ്ലേനിയസ് മാക്സിമം 7 to 8 മിനിറ്റ്സ് കൊണ്ട് നിങ്ങൾ മിസ്ലേനിയസ് തീർത്തിട്ട് ബാക്കി ടൈം നിങ്ങൾ എന്തിന് യൂട്ടിലൈസ് ചെയ്യണം, പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യണം. ഇനി ചിലർ ആ ഓർഡറിൽ തന്നെ പോകുന്നവരുണ്ടാകും. നിങ്ങൾ ആ ഓർഡറിൽ പോയി ശീലിച്ചവരെ അങ്ങനെ തന്നെ എക്സാമിന് ചെയ്യാവൂ. കാരണം നമ്മൾ ഇവിടെ ഒരു രീതിയിൽ ചെയ്യുന്നു, എക്സാമിന് ചെന്നിട്ട് വേറൊരു രീതിയിൽ ചെയ്യുന്നു. നമ്മുടെ ബ്രെയിനിനെ കൺഫ്യൂസ് ആക്കാതിരിക്കുക. അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾക്ക് QAയിലും അതേപോലെ ഇപ്പം സ്പീഡ് മാത്സ് ആദ്യം ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ DI ചെയ്യുക, ലാസ്റ്റ് അരിത്തമെറ്റിക് സെക്ഷനിലേക്ക് വരിക. നമ്മൾ എങ്ങനെയാണോ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത് ആ രീതിയിൽ തന്നെ നിങ്ങൾ എക്സാമിന് പോയി ചെയ്യാനായിട്ട് ശ്രമിക്കുക. സെയിം പോലെ തന്നെ നമ്മളുടെ ഇംഗ്ലീഷിന്റെ കേസിലും അല്ലെ, ഇപ്പൊ RC ഒക്കെ ആണെങ്കിൽ വലിയ പാരഗ്രാഫ് ആണെങ്കിൽ അത്രയും വായിച്ച് ചെയ്യാനുള്ളൊരു സമയം ആദ്യമേ കളയരുത്. ബാക്കി ഈസി ക്വസ്റ്റ്യൻസ്, ഇപ്പൊ പാരാജമ്പിൾസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ക്ലോസ് ടെസ്റ്റ് ഉണ്ടെങ്കിലോ, അപ്പൊ ഈസി ക്വസ്റ്റ്യൻസിൽ നിന്ന് എന്ത് ചെയ്യുക, നമുക്ക് കൂടുതൽ ടൈം എടുക്കുന്ന ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യനിലേക്ക് വരിക. ആ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. നമ്മൾ എങ്ങനെയാണോ മോക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സ്ട്രാറ്റജി എന്താണോ അത് മാറ്റാനും മറിക്കാനും എക്സാം ടൈമിൽ നോക്കരുത്. ഓക്കെ, ദെൻ നമ്മൾ എക്സാമിന് കൊണ്ടുപോകേണ്ട ഡോക്യുമെന്റ്സ് ഇന്ന് തന്നെ റെഡിയാക്കി വെക്കുക. പോകുന്ന വഴിക്ക് പ്രിന്റ് എടുത്തിട്ട് പോകാം എന്ന് കരുതണ്ട. എക്സാം ടൈം, റിപ്പോർട്ടിംഗ് ടൈം എത്രയാണോ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത് ആ ടൈമിൽ തന്നെ അവിടെ എത്തിച്ചേരാൻ ശ്രദ്ധിക്കുക. നമ്മൾ എക്സാമിന് പോകുമ്പോൾ നമ്മുടെ ഹോൾ ടിക്കറ്റ്, അതായത് അഡ്മിറ്റ് കാർഡ് നമ്മളുടെ കയ്യിൽ ഉണ്ടാകണം. ആ അഡ്മിറ്റ് കാർഡിൽ നമ്മൾ ഫോട്ടോ ഒട്ടിച്ചിട്ടുണ്ടായിരിക്കണം.
നമ്മൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോ, നിങ്ങൾ ഫോട്ടോ എടുത്ത് വെക്കുമ്പോൾ നമ്പർ ഓഫ് കോപ്പീസ് നിങ്ങൾ കൂടുതൽ എടുത്ത് വെക്കുക. ഇതുകൊണ്ട് നമ്മുടെ എക്സാം തീരുന്നില്ലല്ലോ, മുന്നോട്ടേക്ക് ഇനി നമുക്ക് ഒരുപാട് എക്സാംസ് വരാനുണ്ട്. ജോയിനിങ് ടൈം വരെ നമുക്ക് ഈ ഫോട്ടോ അത്യാവശ്യമാണ്. സോ കൂടുതൽ കോപ്പി എടുത്ത് വെക്കുക. ഫോട്ടോ അഡ്മിറ്റ് കാർഡിൽ ഒട്ടിക്കണം. അതുകൂടാതെ 2 ഫോട്ടോ എക്സ്ട്രാ നിങ്ങളുടെ കയ്യിൽ കരുതുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ നമ്മളുടെ ഒരു ID കാർഡ്, ഒറിജിനൽ ID കാർഡ്, അത് ആധാർ ആയിക്കോട്ടെ, ലൈസൻസ് ആയിക്കോട്ടെ, എന്താണെങ്കിലും അതിൻ്റെ അകത്തിൽ ഏതൊക്കെ പറ്റും എന്നുള്ളത് അവർ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒറിജിനലും വേണം, ഫോട്ടോ കോപ്പിയും വേണം. ഓക്കെ, അപ്പോൾ അഡ്മിറ്റ് കാർഡ് വേണം, ഫോട്ടോ ഒട്ടിക്കണം, എക്സ്ട്രാ 2 ഫോട്ടോ കയ്യിൽ കരുതണം, ID കാർഡ് വേണം, ID കാർഡിൻ്റെ ഫോട്ടോ കോപ്പി. പിന്നെ നമുക്ക് എഴുതാനുള്ള പേന, നമ്മൾ യൂസ് ചെയ്യുന്ന പേന തന്നെ കൊണ്ടുപോവുക. നമുക്ക് അന്നേരം ഒരു കംഫർട്ട് ആയിരിക്കണമല്ലോ, നമുക്ക് ആ ഒരു സമയത്ത് സ്മൂത്ത് ആയിട്ട് ചെയ്യാൻ പറ്റണം. പിന്നെ നിങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം നിങ്ങൾക്ക് കൊണ്ടുപോകാം. അത് ട്രാൻസ്പെറൻറ്റ് ബോട്ടിലായിരിക്കണം എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. വാച്ചും കാര്യങ്ങളും ഒന്നും അതിൻ്റെ അകത്തിൽ കയറ്റാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എക്സാമിന് പോകുന്നതിന് മുന്നേ അതൊക്കെ നമ്മളുടെ ബാഗിലോ അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുപോകാതിരിക്കുക. അപ്പോൾ നമ്മൾ കൊണ്ടുപോകേണ്ട ഡോക്യുമെന്റ്സ് എല്ലാം റെഡിയാക്കി വെക്കുക. പോകുന്ന വഴിക്ക് എടുക്കാനായിട്ട് ഇരിക്കരുത്. പ്രത്യേകിച്ച് നമ്മൾ ഇപ്പം മേ ബി കട തുറന്നിട്ടില്ലെങ്കിലോ അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് ഹറിബറി ഒഴിവാക്കുക. കൊണ്ടുപോകാനുള്ള കാര്യങ്ങളെല്ലാം ഇന്ന് തന്നെ മാക്സിമം നിങ്ങൾ സെറ്റാക്കി വെക്കുക. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത്രയും നാളത്തെ നമ്മളുടെ ലേറ്റ് നൈറ്റ് വർക്ക്സ്, നമ്മുടെ ഹാർഡ് വർക്ക്. അപ്പം നമ്മൾ പോസിറ്റീവായിട്ടായിരിക്കുക, കാമായിട്ടിരിക്കുക. ടെൻഷൻ അടിച്ച് നമ്മൾ പഠിച്ച നമ്മളുടെ ഇത്രയും നാളത്തെ എഫേർട്ട് വെള്ളത്തിലാക്കരുത്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലേ? എന്തൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ഏറ്റവും വേണ്ട ഒരു കാര്യമാണ് സമാധാനം. അപ്പം നമ്മൾ നന്നായി പഠിച്ചിട്ടുണ്ട്, നമ്മൾ നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട്, നമ്മൾ എൻ്റെ ടോപ്പിക്സ് എല്ലാം കവർ ചെയ്തു, നമ്മൾ ഇഷ്ടം പോലെ പ്രാക്ടീസ് ചെയ്തു, ടൈമർ ഇട്ട് പ്രാക്ടീസ് ചെയ്തു, മാരത്തോൺ ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്ന് തൊട്ട് തുടങ്ങി നമ്മളുടെ വർക്കാ, അല്ലെ? അപ്പൊ അത്രയും നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടായിരിക്കാം. അപ്പൊ തലേന്ന് ഹറിബറി അല്ലെങ്കിൽ ടെൻഷൻ അടിച്ച് നാളത്തെ ദിവസം അല്ലെങ്കിൽ എന്താകും, അയ്യോ ഇത് കിട്ടിയില്ലെങ്കിൽ എന്താകും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷൻ ആകാതിരിക്കാം. അതേപോലെ തലേന്ന് നേരത്തെ കിടത്തുറങ്ങണം. പാതിരാത്രിക്ക് ഇരുന്ന് മോക്ക് ചെയ്യാനൊന്നും ഇരിക്കരുത്, പ്രാക്ടീസ് ചെയ്യാൻ ഇരിക്കരുത്. നമുക്ക് എക്സാമിന് തലേ ദിവസം നന്നായിട്ട് ഉറങ്ങാം. നന്നായിട്ട് ഉറങ്ങിയെങ്കിൽ മാത്രമേ നമുക്ക് പിറ്റേന്ന് രാവിലെ നന്നായിട്ട് എണീറ്റ് എക്സാം ഒക്കെ കാമായിട്ട് നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, അതേപോലെ തന്നെ പോകുന്നതിന് മുന്നേ നിങ്ങൾ ലൈറ്റായിട്ട് ആഹാരം കഴിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഹെൽത്തി ആയിട്ടിരിക്കുക. കാരണം നമുക്ക് പനിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരാതെ, പ്രത്യേകിച്ച് എക്സാം സീസണിൽ, കാരണം നമുക്ക് കൂളായിട്ട് പോയി എക്സാം എഴുതണം, നന്നായിട്ട് എക്സാം എഴുതണം. അപ്പം നമ്മൾ ചെയ്ത പ്രവൃത്തിയിൽ നന്നായിട്ട് വിശ്വസിക്കാൻ, നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മാത്രം വിചാരിച്ചാൽ മതി, വേറെ ഒരു നെഗറ്റീവ് തോട്ട്സിനും ഇടമില്ല. നമ്മൾ നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയും ആ ദിവസത്തിലേക്കാണ്, അല്ലേ? നന്നായിട്ട് പോയി എഴുതാം. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു. ഇനി ആ ദിവസം ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നന്നായിട്ട് ചെയ്യാൻ പറ്റണം. ടെൻഷൻ അടിക്കാതെ സമാധാനത്തോട് കൂടിയിട്ട് ഓരോ സെക്ഷനും നമ്മളുടെ സ്ട്രാറ്റജി എന്താണോ അത് ഫോളോ ചെയ്ത് നിങ്ങൾ എക്സാംസ് നന്നായിട്ട് എഴുതുക എല്ലാവരും. ഓക്കെ, സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. നമുക്ക് വീണ്ടും കാണാം.